നേരാ തിരുമിനി. ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴുമരത്തെന്ന് അപ്പന്റെ ശവമിറക്കി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ 10ാമത്തെ പിറന്നാളാ. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ ഈ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളയ്ക്കുവാ തിരുമേനി. ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാട്ടിയത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളുവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തലകുലിക്കല്ലോ. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ശരിയാ പിതാവേ. ആ പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം, അതും ഒരു കഥയാണ്. 11ാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തിക്കേറി കാട്ടില് കള്ളക്കാച്ചു തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് തന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല, അങ്ങാടി തെണ്ടിപ്പെറുക്കി നടന്ന ഒരു തള്ളയാ, ഒരു മുഴു പ്രാന്തി. അതിന്റെ സ്മരണയിലാ പിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം. കേട്ടോ തിരുമേനി, എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ദേ ഈ നിൽക്കുന്ന കുടുംബമഹിമക്കാരൻ കുന്നേമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണം സാഹിബിന്റെ ബംഗ്ലാവിലാ പണിയെന്ന് വെച്ചാല് സാഹിബിനെ കുളിപ്പിക്കണം, പേടിപ്പിക്കണം, കിടക്ക കുടഞ്ഞു വിരിച്ച് കിടത്തണം. പിന്നെ മിണ്ടിപ്പോരുത്. തിരുമേനി കണ്ടു കാണും ഇവന്റെ താഴെ ഉള്ളതുങ്ങളുണ്ടല്ലോ കൂടപ്പറപ്പുകള്, 4ന്റെയും തൊലി വെളുവളാന്നാ. പിന്നെ പൂച്ചയുടെ ജാതി കാണും ജനസിന്റെ കോണം. നിന്റെ അപ്പനല്ലടാ, അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാ ഞാനീ പറയുന്നത്. നില്ല് പിതാവേ. തിരുമേനി എന്നതാടാ 2ാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു? എന്നതാ? പോസ്കൺ അല്ലടാ, സ്പോക്കൺ, ഔട്ട് സ്പോക്കൺ. ആ അത് തന്നെ. അതിന്റെ കുറവ് ഈപ്പൻ സഹിച്ചോളാം. കേട്ടോ തിരുമേനി, കർത്താവിന്റെ കാര്യത്തിലും അതെ, കള്ള് കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാച്ചന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. ആടാ.